ഹലോ എവ്രി വൺ, ഇന്നൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഫ്രഷ് ടു ഹോം നിന്ന് മേടിച്ചതാണ്. നല്ല പാക്കിംഗ് ആണ് അവരുടെ. ഇപ്പോൾ അത് അകത്തും ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ ആണെങ്കിലും നല്ല ഫ്രഷും ആയിരുന്നു. അതിപ്പോൾ അത് നമുക്ക് വൃത്തി കഴുകിയെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കാസ്റ്റ് അയണിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റിയുമാണ്. വെളിച്ചെണ്ണയിലുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, കരിവേപ്പില ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ നമുക്ക് ചതച്ച് പേസ്റ്റ് ആക്കിയിട്ടും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് വഴന്ന് വന്ന ശേഷം തേങ്ങാക്കൊത്ത ഈ ഒരു വലിയ പീസ് പോലെ അതിങ്ങനെ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി കൊടുത്തു. ഇനി നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ടേമറിക് പൗഡർ, എരിവിനനുസരിച്ചുള്ള ചില്ലി പൗഡർ. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ കൊറിയാൻഡർ പൗഡർ ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗരം മസാല എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെപ്പർ പൗഡർ അത് ഒരു 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം, പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ. ഇനിയിപ്പോൾ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ട് ഈ മസാലയുടെ കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 2 to 3 minutes ഇത് നന്നായിട്ട് ഇങ്ങനെ സ്റ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ മസാലയ്ക്ക് നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് കോട്ടായിട്ട് വരും. ഇനി ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് വെള്ളവും ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അടച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇത് ഫ്രഷ് ആയതുകൊണ്ട് നമുക്ക് കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അടച്ചിങ്ങനെ വേവിച്ചാൽ തന്നെ അത് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നല്ല ഫ്രഷുമായിരുന്നു ഈ ഫ്രഷ് ടു ഹോം നിന്ന് മേടിച്ച ചിക്കൻ. ഇപ്പോൾ എല്ലാം ചേർത്ത് യോജിപ്പിച്ച് നമുക്ക് അടച്ച് വേവിക്കാൻ പോവാണ്. ഇടയ്ക്ക് സ്റ്റേറും ചെയ്ത് കൊടുക്കുക ഇൻ ബിറ്റ്വീൻ. ഇപ്പോൾ ഒരു 2 പൊട്ടാറ്റോ എടുത്തിട്ട് അതാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പൊട്ടാറ്റോയും ഈ ചിക്കൻ്റെ കൂടെ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ പൊട്ടാറ്റോ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ മക്കൾക്കത് നല്ല ഇഷ്ടവുമാണ്. അപ്പോൾ അതാണ് പൊട്ടാറ്റോ ആഡ് ചെയ്യുന്നത്. അതും കാസ്റ്റ് അയണിൽ പറയുകയും വേണ്ട. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഫൈനലി കൊറിയാൻഡർ ലീവ്സ് വെച്ച് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഉച്ചയൂണിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കറി വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്, മോള് പറഞ്ഞത് കാരണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു.